ഒരു ഡോക്ടറെ കുറിപ്പടി കയ്യിൽ കിട്ടുമ്പോൾ ഇത് വല്ല ഈജിപ്ഷ്യൻ ലിപിയുമാണോ അത് വെറും ഒരു കോഴി കീറലാണോ എന്ന് ചിന്തിക്കാത്തവർ കുറവായിരിക്കും അല്ലേ? ലോകം ഇത്രയും പുരോഗമിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ ഡോക്ടർമാർക്ക് മാത്രം നേരെ ചൊവ്വ എഴുതാൻ പറ്റാത്തത്? അതിലും വലിയ അത്ഭുതം നമ്മളെ കുറിപ്പിക്കുന്ന ഈ അക്ഷരങ്ങൾ മെഡിക്കൽ ഷോപ്പിലെ ചേട്ടന്മാർ എങ്ങനെയാണ് ഒറ്റ നോട്ടത്തിൽ കൃത്യമായി വായിച്ചെടുക്കുന്നത്? ഇതിന് മേലിൽ വലിയൊരു മെഡിക്കൽ ലോജിക്ക് ഞെട്ടിക്കുന്ന ചരിത്രവുമുണ്ട്. നമുക്കിത് പക്കാ ഡേറ്റ വെച്ച് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, വേഗതയാണ് ഇവിടുത്തെ വില്ലൻ. ഡോക്ടർമാർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഇത്. ഒരു ശരാശരി ഡോക്ടർ ഒരു ദിവസം 40 മുതൽ 60 വരെ രോഗികളാണ് പരിശോധിക്കുന്നത്. ദിവസം 10 മണിക്കൂറിലും തുടർച്ചയായി എഴുതേണ്ടി വരുമ്പോൾ മസിലുകളുടെ ആയാസം കുറയ്ക്കാനായി കൈകൾ വേഗത കൂട്ടുകയും അക്ഷരങ്ങൾ വെറും വരകളായി മാറുകയും ചെയ്യും. രണ്ടാമത്തത്, മെഡിക്കൽ ഷോപ്പുകളുടെ മാജിക്. ഫാർമസിസ്റ്റുകൾ അക്ഷരങ്ങൾ കൂട്ടി വായിക്കുകയല്ല ചെയ്യുന്നത്, അവർ പാറ്റേൺ റെക്കഗ്നിഷൻ ആണ് ഉപയോഗിക്കുന്നത്. മരുന്നിന്റെ ആദ്യത്തെ അവസാനത്തെ അക്ഷരങ്ങൾ, അതായത് അതിന്റെ ഡോസേജ്, ഉദാഹരണത്തിന് 101, നിങ്ങളുടെ രോഗത്തിന്റെ സ്വഭാവം എന്ന് വെച്ച് അവർ മരുന്ന് കൃത്യമായി ഗസ് ചെയ്തെടുക്കും. മൂന്നാമത്തത്, ഒരു മരണക്കളി. ഇതൊരു തമാശയല്ല, അതീവ ഗുരുതരമായ പ്രശ്നമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നടത്തിയ പഠന പ്രകാരം ഡോക്ടർമാരുടെ മോശം കൈയക്ഷരം കാരണം തെറ്റായ മരുന്ന് കഴിച്ച് ലോകത്ത് വർഷം തോറും 7000-ലധികം ആളുകൾ മരിക്കുന്നുണ്ട്. അമേരിക്കയിൽ ഒരൊറ്റ വര കാരണം പ്ലെയിൻറ്റിൽ, അതായത് രക്തസമ്മർദ്ദമുള്ള മരുന്ന് നൽകേണ്ട രോഗിക്ക് ഐസോഡിൻ, അതായത് ഹൃദയവേദനയ്ക്കുള്ള മരുന്ന് മാറി നൽകുകയും രോഗി മരണപ്പെടുകയും ചെയ്ത് ഇതിനൊരു വലിയ ഉദാഹരണമാണ്. ചുരുക്കം പറഞ്ഞാൽ ഈ കയ്യക്ഷരം എന്ന് പറയുന്ന അമിതമായ ജോലിഭാരവും പണ്ടത്തെ കാലമുള്ള ചില ലാറ്റിൻ ഷോർട്ട് ഹാൻഡ് രഹസ്യങ്ങളും ചേർന്നതാണ്. ഭാഗ്യത്തിന് ഇപ്പോൾ ഈ പ്രിസ്ക്രിപ്ഷനുകൾ വന്നതുകൊണ്ട് ഈ കോഴിക്കീറൽ പതുക്കെ മാറുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഡോക്ടർമാരെ കുറിപ്പടി വായിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ചെയ്യൂ. സ്റ്റേ ലോജിക്കൽ. ബൈ.